സെന്റ് തെരേസ അവാർഡ് അണിയിച്ചെടുക്കുന്ന റോംഫോർട്ട് നൃത്തകലാവേദിയുടെ 6ാമത് ബൈബിൾ നാടകം സ്വർഗവും നരകവും. കഥാപാത്രങ്ങളും അഭിനയിക്കുന്നത് ഏഞ്ചൽസ്, വർഷ, ജിയ, തെരേസ, ഒലിവിയ. സൈതാൻ ഡേവിഡ് മച്ചാനിക്കൽ. ബേബി ആത്മാവ് ഇവ ലെൻസ്. ത്രേസ്യ ചേടത്തി, പുൽപ്പള്ളി ഷൈനി. പത്രോസ് ജസ്റ്റിൻ ചാമക്കല. ആലീസ് ബിനി കുറുപ്പത്ര. ഭിഷക്കാരൻ കോപ്പഴ സജി. കള്ളൻ ഷിനോ മാറിക. ജീസസ് കെവിൻ പടവട്ടുകാലായി. ശബ്ദവും വെളിച്ചവും പടവട്ടുകാലായിൽ സൗണ്ട്സ്. രംഗപടം ആർട്ടിസ്റ്റ് പൂത്ര ഷാജി. രചന, സംപ്രദാശനം, സംവിധാനം ഫാദർ മാത്യു വലിയ മുത്തമലയിൽ. ഈ നാടകത്തെ പറ്റി 2 വാക്ക്. കാണാൻ കഴിയാത്ത, അനുഭവിക്കാൻ കഴിയാത്ത, കേൾവി മാത്രമുള്ള ഒരു പുതിയ ലോകത്തിലേക്ക് അല്പനിമിഷം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ കൊച്ചു കലോപഹാരത്തിനെയും നിങ്ങളെയും തേടി വരും. ജീവിത വ്യക്തതയോടെ ഓടി നടക്കുന്ന ഈ മനുഷ്യൻ, നിന്റെ ജടികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയില്ല നീ എന്തെല്ലാമാണ് ചെയ്യുന്നത്. നാശത്തിന്റെ പടുകുഴിയിലേക്ക് നീ പതിക്കുന്നില്ലേ? നിന്റെ താളം തെറ്റിയ ജീവിതത്തിൽ നിന്നും, ജടികമായ സുഖഭോഗങ്ങളിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിലേക്ക് വളരുന്ന നിന്നിലേക്ക് തന്നെ നീ ഒരു നിമിഷം തിരിഞ്ഞു നോക്കൂ. ഈ ലോകത്തിൽ നീ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും നിങ്ങളെല്ലാം തേടി വരും. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ ഇടവവികാരിക്കും കൈക്കാരന്മാർക്കും റോംഫോർട്ട് നൃത്തകലാവേദിയുടെ കൂപ്പുകാരി. അടുത്ത ബെല്ലോട് കൂടി ഈ നാടകം ഇവിടെ ആരംഭിക്കുന്നു.
എവിടുന്നാ? ഞാൻ ആനമുട്ടിൽ തോമസിന്റെ ഭാര്യ ആലിസ്. ആനമുട്ടിൽ തോമസ്? മോളെന്താ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങോട്ട് പോരാൻ? ഞാനും എന്റെ ചേട്ടനും ഒരു കാർ അപകടത്തിൽ ഞാൻ തൽക്ഷണം മരിച്ചു. എന്റെ ചേട്ടൻ രക്ഷപ്പെട്ടു. ഞാൻ പോട്ടെ. നേരങ്ങ് പോവാണോ? ദാ ആ പത്രോസിന്റെ അടുത്ത് ചെന്ന് പാസ് എടുത്തിട്ട് വാ. ആനമുട്ടിൽ തോമസ് ഭാര്യ ആലിസ്, നിന്റെ കുടുംബം തിരുകുടുംബം പോലെ ഒരു മാതൃകാ കുടുംബമാണ്. നീ അനുഭവിച്ച കഷ്ടതകളും ക്ഷമയും സഹനവും ദൈവസന്നിധിയും സ്വീകാര്യമായി. ദരിദ്രരെയും രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും യേശുവിന്റെ നാമത്തിൽ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥനയിലൂടെ അവരെ സഹായിക്കുകയും ചെയ്ത നിനക്ക് നിത്യ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചു. പോയിക്കൊള്ളു. മോനെ പത്രോസേ, എന്റെ പേര് കണ്ടുപിടിച്ചോ? ഇത്രയും നേരം അത് തന്നെ നോക്കിയിരുന്നു. കണ്ടില്ല. അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ ജ്യൂസ് ടീവി കാണില്ലേ? അതാണ് ഇത്ര താമസം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, അവിടെ റേഞ്ച് കുറവാ. വർഗീസുട്ടിയോ? ഇതമ്മച്ചിയുടെ മോനെ. ഐസുള്ള ചില്ലുകുട്ടില. ഇപ്പോൾ എന്റെ മക്കളെന്നെ ശരിക്കും സ്നേഹിക്കണേ. ഡാ, നല്ല വില കൂടിയ മഞ്ചി ആയിക്കോട്ടെട്ടാ. നിറച്ച് പൂക്കളുണ്ട്. അഞ്ചച്ചമാല അതൊന്നും പോരാ. അച്ഛന്മാരെ കിട്ടാനില്ല. ദേ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. മെത്രാനച്ഛനെയുണ്ട് എന്റെ ശവം തൊട്ട് പോരുതെന്ന്. പിന്നീടാ സിനിമ പിടിക്കണം. അത് വീഡിയോ ജോസഫിനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകണ്ട. പിന്നെ മക്കളും മരിമക്കളും ഒക്കെ ചുറ്റൂരൊന്ന് കരയണില്ലേ? ആ തൊണ്ണൂറ്റിയുടെ ഭാര്യ മഹാകണ്യ. കഴുത്തിനൊന്നാ കൊണ്ടുതീരുന്ന് കരയാൻ പറ. വേണമെങ്കിൽ ഒരു മൈക്ക് സിനിമ വെച്ച് കൊടുത്താലോ? നാലാള് കേൾക്കട്ടെ. അല്ലെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്കും? ശരി, ഓക്കെ.
സ്വാർത്ഥമതികളായവർ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന നിയമവചനത്തെ അനുസരിക്കാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നീ തന്നെ നിനക്ക് നിഷേധിച്ചു. ഇവിടെ മരിക്കുമ്പോഴാണ് നിങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്.
എഴുതി ഇങ്ങനെ പല കുട്ടികളും ഇവിടെ വരാം. പല അച്ഛനമ്മമാരുടെയും ക്രൂര കൃത്യങ്ങളാൽ ജനിച്ചു ജനിക്കാതെയും കൊല ചെയ്യപ്പെടുന്ന കുരുന്നു അവർ ദൈവതുല്യനാണ്. പിതാവായ ദൈവത്തിന്റെ ഓരോ അംശങ്ങളാണ്. അവർക്കുള്ള സ്ഥലം വെറും സ്വർഗമല്ല, ദൈവസന്നിധിയാണ്. ദൈവത്തെ കാണുന്നത് ഈ ആത്മാക്കളെ കാണുന്നത് ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് തുടങ്ങിയ അങ്ങനെ ചെയ്യുന്ന മാതാവ് എന്തെല്ലാം തലകൃത്യങ്ങൾ ചെയ്ത അവരുടെ ആത്മാക്കൾക്കുള്ള ഇടം നരകമാണ്. അവരുടെ തെറ്റുകൾ സ്വയം തിരിച്ചാൽ പ്രാർത്ഥിച്ചു ദൈവത്തോട് തെറ്റുകൾ ഏറ്റുവാൻ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ സൽകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കും. അപ്പോൾ അവർ ക്രൂരമായി കൊന്നുകളഞ്ഞ ഈ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം ആ കുരുന്നുകളുടെ പ്രാർത്ഥന ശ്രമിക്കും. ക്ഷമിക്കുന്ന ദൈവം അവരുടെ അപേക്ഷ സ്വീകരിക്കും. അവർക്ക് ഈ കാര്യമൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഭൂമിയിലേക്ക് പോവാനും കഴിയില്ലല്ലോ. എന്റെ ജോസൂട്ടിയെ നിന്റെ കാര്യം കട്ടപ്പോകാം. ഞാൻ വന്നിട്ട് എത്ര നേരം എന്റെ പേര് ഒന്നുകൂടി തപ്പി നോക്കിയേ പോണേ. നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കൊച്ചു കൊച്ചു പാപങ്ങളുടെ ഫലമാണ് നിങ്ങളുടെ പേര് അവസാന വിധിയുടെ കണക്ക് പുസ്തകത്തിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്നും നീക്കം ചെയ്തു ശുദ്ധീകരണ സ്ഥലത്താണ് നിങ്ങൾ. നിരന്തരമായ പ്രാർത്ഥന മാത്രമാണ് അതിനുള്ള പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്തില്ല. ഇനി അതിന് കഴിയുകയും അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് ശാന്തിയും സ്ഥിരമായ ഒരിടം ശുദ്ധീകരണ സ്ഥലത്ത് വിലകും.
നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചു പോകുന്നു. ശരീരമായി ജീവിക്കുന്നു, ശരീരകാര്യങ്ങളിൽ മനസ്സിലാക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാണ് ആത്മീയ കാര്യങ്ങളിൽ മനസ്സിലാക്കുന്നു. ശരീരാഭിലാഷം മരണത്തിലേക്ക് നയിക്കും. ആത്മീയാഭിലാഷങ്ങൾ നിത്യജീവനിലേക്ക് സമാധാനം